24-ന്റെ തെരഞ്ഞെടുപ്പ് ചർച്ച ഇവിടെ രാഷ്ട്രീയം പറയാം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നു. മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾക്കൊപ്പം ദേശീയ അന്തർദേശീയ രാഷ്ട്രീയവും ചർച്ചയായി. UDF കോട്ട എറണാകുളത്ത് ഇത്തവണ മത്സരം ശക്തമെന്നാണ് 24-ന്റെ ചർച്ചാവേദി നൽകുന്ന സൂചന. മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം മുതൽ അന്തർദേശീയ തലത്തിലെ തീവ്രവാദം വരെ ചർച്ചയായി. ഇടതുമുന്നണി ഈ എറണാകുളത്തെ വോട്ടർമാർക്ക് മുന്നിൽ വയ്ക്കുന്ന രാഷ്ട്രീയ സന്ദേശം എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ? മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു. മണിപ്പൂർ വിഷയത്തിൽ പറയേണ്ടത് മണിപ്പൂരിന്റെ കൂടി ചാർജുള്ള കർദിനാളാണ്. ആ കർദിനാൾ പറഞ്ഞ കാര്യം ഇവർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്ന കാര്യം കേൾക്കുന്നില്ല. എന്നിട്ട് ഇവിടെ നിന്നിട്ട് 10 വോട്ടിന് വേണ്ടിയിട്ട് സഭാ നേതൃത്വം പറഞ്ഞാണ്. സഭാ നേതൃത്വത്തിന്റെ കാര്യം പറയാൻ കർദിനാൾ ലത്തീൻ സഭയുടെ തിരുവനന്തപുരം ബിഷപ്പിന്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ഹൈബി ഈഡനെ വിജയിപ്പിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. ഏറെ ആത്മവിശ്വാസത്തോടെയാണ് എറണാകുളം നിയോജക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ ഹൈബി ഈഡനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു തവണ MP ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത മുഴുവൻ വികസന പ്രവർത്തനങ്ങളുടെയും ആത്മവിശ്വാസത്തോടെയാണ് UDF അദ്ദേഹത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ മത്സരിക്കുന്നത് തന്നെ ഭൂരിപക്ഷം 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് UDF ഇപ്രാവശ്യം ഇവിടെ മത്സരിക്കുന്നത്. പുതിയ സ്ഥാനാർത്ഥിയാണെങ്കിലും കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് കടുത്ത പോരാട്ടം നടത്താമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം ഇലക്ഷന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസക്തിയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നിയമവേദിയായി ഇന്ത്യൻ പാർലമെൻറ്റിനെ തിരിച്ചുപിടിക്കാൻ, അതിൻ്റെ ജനാധിപത്യ മുഖം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ S. വിജയകുമാറാണ് എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടന്ന ചർച്ച നയിച്ചത്. 24 കൊച്ചി.